മേളക്കുട്ടി ചിലപ്പോൾ ഒരു മാളും അമ്മയാവാനുള്ള ചാൻസ് ഉണ്ട്. പോത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വയസ്സാകുമ്പോഴത്തേക്കും ശരിക്കും ഇത് വളരാൻ ഇറച്ചി കയറാൻ തുടങ്ങത്തുള്ളൂ. നമ്മുടെ നാട്ടിലെ ആൾക്കാരെന്ന് പറയുമ്പോൾ അന്നേരം പിടിച്ചു കൊടുക്കും. അവനൊരു 10,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപ ലാഭം കിട്ടിക്കഴിയുമ്പോഴേ കൊടുക്കും. ശരിക്കും ഇതിൻ്റെ വളർച്ചയെന്ന് വെച്ചാൽ 3.5 വയസ്സ് വരെ ഇത് വളരും. അപ്പോൾ കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മാളുവിൻ്റെയും കുട്ടപ്പായുടെയൊക്കെ വിശേഷങ്ങളാണ് പറയാനുള്ളത്. ഒരു സ്പെഷ്യൽ വിശേഷമുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടപ്പായ ഒരു അപ്പനാവാൻ പോവാണോ എന്നൊരു സംശയം. എന്ന് പറഞ്ഞാൽ മാളുവിന് വിശേഷമുണ്ട്. അങ്ങനെ മേളക്കുട്ടി ചിലപ്പോൾ ഒരു മാളും അമ്മയാവാനുള്ള ചാൻസ് ഉണ്ട്. കൊച്ചുകള്ളി ഈടായിട്ട് വയറൊക്കെ ഇച്ചിരി കൂടുതലുണ്ട്. ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണെന്നുള്ള അപ്ഡേറ്റ്സുകൾ വരുന്ന വീഡിയോയിൽ നമുക്ക് പറയാം. മഴയൊക്കെ മൊത്തം പക്ഷികളുടെ സൗണ്ടാണ് കേട്ടോ. എന്തായാലും മഴയൊക്കെ ആയിരുന്നു. അടാവടി മഴയൊക്കെ മാറി ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിലൊക്കെ തെളിഞ്ഞതാണ്. ആ സമയത്ത് എന്നാൽ പിന്നെ മാളുവിൻ്റെ വിശേഷം നിങ്ങളോട്ട് പങ്കുവെച്ചേക്കെന്ന് കരുതി. പിന്നെ പോത്ത് കുട്ടികളെക്കുറിച്ചുള്ളൊരു വീഡിയോയും കൂടിയാണ് കേട്ടോ. നമ്മുടെ തൊട്ടടുത്ത് ഒരു ഫാം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അവിടെ മുറ അല്ലെങ്കിൽ മുറ ക്രോസ്, ജാഫർബാദി അങ്ങനെയുള്ള പല തരത്തിലുള്ള പോത്തുകുട്ടികളെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അത് ഓരോ ലോഡ് വരുമ്പോൾ തന്നെ തീർന്നു പോവുക. അപ്പം നമുക്ക് ആ ഫാമിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ. എന്നിട്ട് ഇവളുടെ ബാക്കി വിശേഷങ്ങൾ പറയാം. ലിനുവിൻ്റെ പ്രേക്ഷകർക്ക് എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ബിബിൻ. ഞാൻ കോട്ടയം മുറ ഫാം എന്ന് പറഞ്ഞൊരു ഫാം നമ്മുടെ കോട്ടയം ജില്ലയിൽ പാലായിൽ നിന്ന് തൊടുപുഴയ്ക്കുള്ള റൂട്ടിൽ നടത്തി വരുന്നു. ഫാമിൻ്റെ പേര് കോട്ടയം മുറ ഫാം എന്നാണ്. നമുക്കിവിടെ കൊടുക്കുന്ന ഇനെന്ന് പറയുമ്പോൾ നമുക്ക് മുറയുടെ പോത്തുംകുട്ടികൾ, എരുമക്കുട്ടികൾ, പിന്നെ നീലരവിയുടെ വളരെ റെയറായിട്ട് നമുക്ക് കിട്ടാറുള്ളൂ. അത് ഇടയ്ക്ക് നമുക്ക് കിട്ടും, അതും കൊടുക്കാറുണ്ട്. നമ്മൾ എവിടെ നിന്ന് മെയിനായിട്ട് ലോഡ് കൊണ്ടുവരാറ്? നമുക്ക് ഹരിയാന UP ബോർഡർ ബാഗ്പത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ലോഡ് കയറി വരുന്നത്. നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ, ഡയറക്റ്റ് പർച്ചേസ്, ഡയറക്റ്റ് ഹരിയാന പോത്തിന് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കും. റേറ്റിൽ എങ്ങനെ റേറ്റ് കൊടുക്കും? റേറ്റ് നമ്മൾ 135 പോത്തുംകിടാവിന് 1 കിലോയ്ക്ക്. എരുമക്കിടാവാണെങ്കിൽ 150 രൂപ കിലോയ്ക്ക്. നമ്മൾ വലിപ്പമൊന്നുമല്ല, എല്ലാം തൂക്കിയാണ് ഇവിടുന്ന്. ഏത് ആണ് വന്ന് പിടിക്കാൻ തൂക്കുക. ഏറ്റവും നല്ലത് നമുക്ക് വന്ന് കാണുക. ഇവിടെ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല, നമുക്കൊരു ലോഡിനകത്ത് ഒരു 50-60 കുട്ടികളാണ് ഒറ്റ ട്രിപ്പ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്യുക, തൂക്കുക. എങ്ങനെയുണ്ട് ഇവിടുന്ന് തിരക്ക് കിട്ടാൻ? എങ്ങനെയാണ് ഇവിടുന്ന് ലോഡ് പോകണം? എങ്ങനെയുണ്ട് ഇവിടെ വന്നതിന് ശേഷം? ഇന്ന് തന്നെ കണ്ടില്ലേ, ഇന്ന് വന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് തീർന്നു. ഇനിയിപ്പോൾ ഒരു 10-20 കിടാവ് കൂടെ കിടപ്പുണ്ട്, അത് കയറി പോകാനുള്ള. അതെല്ലാം കൊടുത്തു വിടാനുള്ള കിടാക്കളാണ് കിടക്കുന്നത്, ഇതെല്ലാം കിടക്കുന്നത്. മെയിനായിട്ട് ഏത് ഭാഗത്തൊക്കെ നമ്മൾ കേരളത്തിൽ എവിടെയൊക്കെ നമ്മൾ ഓൾ കേരളയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അവിടെ ഇറക്കി കൊടുക്കുമോ? ഇറക്കി കൊടുക്കുമ്പോൾ നമ്മളൊരു മിനിമം ഒരു 7 കിടാവെങ്കിലും എടുക്കുവാണെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് ഇറക്കി കൊടുക്കും. അല്ലെങ്കിൽ ചാർജ്. ഡെലിവറി നമുക്ക് പോസിബിൾ അല്ലേ കേരളത്തിൽ എവിടെയും? അതെ, കേരളത്തിൽ എവിടെ നമ്മൾ കൊടുക്കും, ഇറക്കി കൊടുക്കാം. പിന്നെ ഇപ്പം കൊണ്ടുവരുന്ന കുട്ടികൾ, ഇപ്പം ഇതിന്റെ പരിചരണം നമ്മളൊന്ന് പറയാനായിട്ട്, ഇപ്പം കൊണ്ടുവരുന്ന കുട്ടികൾ ഇപ്പം അറിയത്തില്ലാത്തതുകൊണ്ടായിരിക്കും. ഇപ്പം ആദ്യം കൊടുക്കേണ്ട തീറ്റകൾ എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെ എന്തെങ്കിലും? ഇതിപ്പം അവിടുന്ന് വരുമ്പോൾ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ ക്ലൈമറ്റ് ഉൾപ്പെടെ അവിടുന്ന് വന്ന് ചേഞ്ച് ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് കൊണ്ടുപോകുന്ന കുട്ടികളെ ആണെങ്കിൽ നമ്മളൊരു 3-4 ദിവസത്തേക്ക് നമ്മുടെ പറമ്പിൽ കൂടെ കെട്ടിയിട്ട് തീറ്റ കൊടുക്കുക. പിന്നെ ചിലർക്കൊരു സംശയം വരുവേ, ഇപ്പോൾ അവിടുന്ന് വരുന്നതല്ലേ നമ്മുടെ ഇവിടുത്തെ പുല്ല് തിന്നുമെന്നൊക്കെ. പക്ഷേ അതിന് വീഡിയോയ്ക്ക് അത് നമുക്ക് കാണിക്കാൻ പറ്റും. ഇപ്പോൾ ഇറങ്ങുന്നത് തന്നെ
അതായത് നമ്മുടെ പുല്ല് തിന്നുകൊണ്ടാണ് ഇറങ്ങി വരുന്നത്. പച്ചപ്പുല്ല് തിന്നുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കൂടാതെ കച്ചിയാണെങ്കിൽ കച്ചിയിൽ നിന്ന് നമുക്ക് എന്ത് സാധനം കൊടുത്താലും തിന്നോളൂ, കഴിച്ചോളും. ആ. പിന്നെ നമ്മൾ ചെന്നിട്ട് ആദ്യം ഇതിന് കഞ്ഞിവെള്ളമൊക്കെ അറിയാൻ മേലാത്തവർ കൊടുക്കും. കഞ്ഞിവെള്ളം ഒന്നും കൊടുത്താൽ ഇത് കുടിച്ചെന്ന് വരികയില്ല ആദ്യം. അത് നമ്മൾ കുറേശ്ശെ നമ്മൾ പച്ചവെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് കൊടുത്ത് ഇതിനെ ശീലിപ്പിച്ചെടുക്കും. എന്തുവാണെങ്കിലും ശീലിപ്പിച്ചെടുക്കണം ഇതിനെ. പിന്നെ ഇതിന് വിരമരുന്ന് എങ്ങനെ നമ്മൾ എപ്പോഴാണ് കൊടുക്കണ്ടേ? വിരമരുന്ന് ഇത് നമുക്ക് കൊടുത്തതാണോ അല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ പിടിക്കുന്ന ഒരു കിടാവിൻ്റെ ഏകദേശം ഒരു തൂക്കം അനുസരിച്ച് നമുക്കിപ്പോൾ ഒരു 100-120 കിലോ ഉള്ള ഒരു കുട്ടികളാണെങ്കിൽ നമുക്കൊരു 500 ഒരു വിര ഗുളിക ഒരാഴ്ച കഴിഞ്ഞ് കൊടുത്താൽ മതി. ഒരാഴ്ച വരെ ഇത് ഞാൻ പറയാം, ഇതിനിവിടെ ക്ലൈമറ്റ് ആയിട്ടൊന്ന് ഇണങ്ങി വരാൻ വേണ്ടി ഒരാഴ്ച ടൈം നമ്മൾ കൊടുക്കുക. പിന്നെ കഴിവതും വെയിലത്ത് കെട്ടാതെ ഇതിനെ നോക്കുക. ഒരു 11 മണിക്ക് ശേഷമുള്ള വെയിൽ കൊള്ളിക്കാതെ ഒരു 3 മണി 4 മണി വരെയൊക്കെ തണലത്ത് കെട്ടിയിടുക. പോത്ത് കൃഷിയിലോട്ട് ഒത്തിരി പേര് ഇറങ്ങിയിട്ടേ ഇപ്പം ഇതുപോലൊരു കുട്ടിയെ കൊണ്ടുപോയിട്ട് ഒരു കൊല്ലം കഷ്ടി നോക്കും. അത് കഴിഞ്ഞിട്ട് പറയും പോത്ത് വളരുന്നില്ല, അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന തൂക്കം വരുന്നില്ല. അവരുദ്ദേശിക്കുന്ന ഇപ്പോൾ ഒരു 10,000 രൂപയ്ക്ക് ഒരു പോത്തിനെ എടുത്തിട്ട് അല്ലെങ്കിൽ 13,000 രൂപയ്ക്ക് ഒരു പോത്തിനെ എടുത്തിട്ട് 6 മാസം നോക്കി 1 ലക്ഷം രൂപയ്ക്ക് വിൽക്കണമെന്നായിരിക്കും അവർ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം നടക്കുമോ അവിടെ? അങ്ങനെ ഒരു കാരണവശാലും നടക്കത്തില്ല. അതിന്റെ കാരണം എങ്ങനെയാന്ന് പറയുകയാണെങ്കിൽ ഈ പോത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വയസ്സാകുമ്പോഴത്തേക്കും ശരിക്കും ഇത് വളരാൻ ഇറച്ചി കയറാൻ തുടങ്ങത്തുള്ളൂ. നമ്മുടെ നാട്ടിലെ ആൾക്കാരെന്ന് പറയുമ്പോൾ അന്നേരം പിടിച്ചു കൊടുക്കും. അവനൊരു 10,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപ ലാഭം കിട്ടിക്കഴിയുമ്പോഴേ കൊടുക്കും. ശരിക്കും ഇതിന്റെ വളർച്ചയെന്ന് വെച്ചാൽ 3.5 വയസ്സ് വരെ ഇത് വളരും. മിനിമം നമ്മൾ അങ്ങനെ പെട്ടെന്ന് കൊടുക്കുന്നുള്ളവരെ ഇച്ചിരി വലിയ പോത്തിനെ മേടിച്ചോണം അല്ലേ? അന്നേരം അതനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും ഒരുപാട്. പക്ഷെ ഞാൻ പറഞ്ഞു ഇതിന് മിനിമം നമ്മൾ 2-3 വർഷങ്ങളിൽ നിർത്തിയാലേ ഇതിനൊരു 1000 കിലോയ്ക്ക് മേളിൽ ലൈവ് വെയിറ്റ് കയറി വരത്തുള്ളൂ. കച്ചവടക്കാർ പറയുന്ന മുറ ഉണ്ട് അല്ലെങ്കിൽ മുറ ക്രോസ് ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തായാലും പറയാറില്ല. ഇപ്പോൾ ചിലർ പറയാറുണ്ട് ഈ ചുമന്ന ചരട് കണ്ടിട്ട് നമ്മൾ വാങ്ങിക്കില്ല, അത് മുറയായിരിക്കണം എന്നില്ല. മുറേനെ നമ്മൾ എങ്ങനെ തിരിച്ചറിയണ്ടേ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? മുറേനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ഒന്നും ഒറിജിനൽ മുറയെന്ന് പറഞ്ഞ് ഞാൻ ഒരാൾക്ക് ഞാൻ പോത്ത് കൊടുത്തില്ല. ഇതെല്ലാം ക്രോസ് ബ്രീഡ്. പിന്നെ അതിനകത്ത് നല്ല ഇന കൂടിയ സാധനങ്ങൾ വരുന്നതുകൊണ്ട് അത് നമ്മൾ നോക്കി സെലക്ട് ചെയ്തെടുക്കുക. ഇതിന്റെ ലക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാല് കെട്ടിയിടാം. വാല് കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഒടിയത്തില്ല. ഈ ആന്ധ്രാപ്പോത്തൊക്കെയാണ് അതിന്റെ വാല് കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഒടിയ സംഗതി. ഇത് ഒടിയത്തില്ല. ഇത് അങ്ങനെയൊന്നും ആരും പറഞ്ഞു കണ്ടിട്ടില്ല. കച്ചവടക്കാർ പറയുന്നത് ഇത് മുറ അല്ലെങ്കിൽ മുറ ക്രോസ് കൊമ്പ് നോക്കിയാണ്. അല്ല, അത് ഇവിടുന്ന് എടുത്താലും വേറെ എവിടെ ചെന്ന് എടുത്തെന്ന് പറഞ്ഞാൽ ആദ്യം നോക്കേണ്ടത് മുറയാണോന്ന് അറിയാൻ വേണ്ടി നമ്മൾ വാലൊന്ന് കെട്ടി നോക്കാം. വേറെ ഏത് പോത്തിനാണല്ലോ ഒടിയും കെട്ടിയിട്ടുണ്ടല്ലോ, ഈ മുറയുടെ ഒടിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ അതിന്റെ കണ്ണിന്റെ ചുവപ്പ് നിറമുണ്ട്. സമ്മതിക്കത്തില്ല, അങ്ങനെ വളഞ്ഞു വരത്തില്ല. ഓക്കെ. ഒരു നല്ല പോത്തുകുട്ടിയെ നമുക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ളതൊന്ന്, കാഴ്ചയിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതൊന്ന് പറഞ്ഞുതരാമോ? നല്ല പോത്തുകുട്ടിയെ തിരഞ്ഞെടുക്കാന്ന് വെച്ചാൽ ആദ്യം നമ്മളിതുകൊണ്ട് ഞാൻ ഈ ഒരു പോത്തിൻ്റെ അടുത്ത് നിൽക്കുന്നത് ഇതിൻ്റെ നീളം, നല്ല നീളം. രണ്ടാമത് ഇതിൻ്റെ വാലിൻ്റെ ഇറക്കം കണ്ടോ, വാലിൻ്റെ ഇറക്കം. പിന്നെ ഇതിന്റെ കാൽപ്പൊക്കം കണ്ടോ. മെയിനായിട്ട് നോക്കേണ്ട ഇതിന്റെ ഇടനീളവും കാലിന്റെ പൊക്കവും. മാക്സിമം നീളം കൂടിയത് എടുക്കുക. വാലിന്റെ നീട്ടം അതുപോലെ തന്നെ കൊമ്പിന്റെ ഇത് കണ്ടോ. ഇതാണ് ഞാൻ അന്നേരം പറഞ്ഞത്, കൊമ്പ് ഇച്ചിരി ബെൻഡായി അകത്തോട്ട് കയറുന്ന വെച്ചതുകൊണ്ട് ഇതിപ്പം നമുക്ക് വീഡിയോയ്ക്കകത്ത് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇത് അതതിന്റെ പ്രായം അനുസരിച്ച്. ഇതിപ്പോ ഇച്ചിരി മുഴുത്ത ഇതുകൊണ്ട് രോമാണേലും ഇതിന്റെ പൊഴിഞ്ഞ് തീരാറായി. ഇതിന്റെ ഒരു വയസ്സാകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ഇത് തന്നെ പൊഴിഞ്ഞു പോകും. അത് പാൽക്കുട്ടി, അത് പാൽരോമ. അത് ഇതുകൊണ്ടോ തന്നെ പൊഴിഞ്ഞു പോകുന്നതുണ്ടോ, അത് തന്നെ പൊഴിഞ്ഞു പോകും സാധനം. അതിന് പ്രത്യേകിച്ച് നമ്മൾ കളയൊന്നും വേണ്ട. ഇതുകൊണ്ട് ഇതിന്റെ ഇതിപ്പോ ഓൾമോസ്റ്റ് തീരാറായി ഇതിന്റെ രോമങ്ങൾ. ഇതുകൊണ്ടോ കണ്ണിന്റെ കളറ്, ഇതുകൊണ്ടോ മുറ ചുമന്നിരിക്കും. ഈ ആന്ധ്രാപ്പോത്തൊക്കെ ആണെങ്കിൽ ഈ സാധനം വെളുത്തേ ഇരിക്കത്തുള്ളൂ. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പൊതുവെ കച്ചവടക്കാർ പറഞ്ഞു തരാറില്ല. അല്ല, നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞിട്ടാണല്ലോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചു വെച്ചാൽ നമ്മൾ ഏത് സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും അവർക്ക്. ഇപ്പം എല്ലാവരും എല്ലാം തികഞ്ഞിട്ടായിരിക്കുമല്ലോ പോത്തിനെ മേടിച്ചുകൊണ്ട് പോകുന്നത്. അതെ, അല്ല ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം അതാ. കാരണം നമ്മൾ നേരിട്ടെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കോൺഫിഡൻസ് ഉണ്ട്. ഇടനിരക്ക് നിന്ന് കച്ചവടം ചെയ്യുന്നവർക്ക് നമ്മുടെ ഇവിടെ ഇടനില അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ആൾക്കാർ ഇവിടെ ഡയറക്റ്റ് വരിക, ഡയറക്റ്റ് പിടിച്ചുകൊണ്ട് പോവുക. അല്ലാതെ ഇതിനകത്ത് നമ്മൾ വേറെ ആരെയും ഇടയ്ക്ക് നിർത്തുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല.
അപ്പോൾ പോത്തുകുട്ടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീറ്റ കച്ചിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ ചേട്ടനെ വിളിച്ചോ കേട്ടോ. നല്ലൊരു ചേട്ടനാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മൾ കുറച്ച് കച്ചി ഇറക്കിയായിരുന്നു മാളവിനൊക്കെ വേണ്ടിയിട്ട്. ഞാൻ ഈയിടെ മലപ്പുറത്തിനൊന്ന് പോയായിരുന്നു 2-3 ദിവസത്തേന്. അപ്പോൾ തീറ്റയ്ക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് അഡ്വാൻസ് കച്ചി ഇറക്കി വെച്ചായിരുന്നു. നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ഇറക്കി തരും. വലിയ പൈസയില്ല, 200 രൂപയൊക്കെ ആയിട്ടുള്ളൂ. നേരത്തെ ഞാൻ 300-നും 400-നും മേടിച്ച കച്ചി റോള് നമുക്ക് 200 രൂപയ്ക്കൊക്കെ കിട്ടി. പിന്നെ ഓരോ സീസണിലും വില മാറും കേട്ടോ. ഇപ്പോൾ 200-ന് കിട്ടിക്കഴിഞ്ഞാൽ ഇല്ലാത്ത സമയത്ത് വില കൂടും. സാധാരണ തീറ്റകൾക്കുള്ള ബാക്കി സാധനത്തിനുള്ള ഒരു കയറ്റവും കുറച്ചിലും ഉണ്ടാവും. നമ്മളിപ്പോൾ എടുത്ത സമയത്ത് 200 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇതുണ്ടോ കാണിക്കുന്നുണ്ടോ? അങ്ങനെ ബക്കറ്റ് മറിച്ചിട്ടേ. എന്നാടാ ബക്കറ്റ് മറിച്ചിട്ടേ? എന്തിനാ ബക്കറ്റ് മറിച്ചേ? കുട്ടപ്പനൊക്കെ രാവിലെ ഒന്ന് കുളിപ്പിച്ച് കേട്ടോ. ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് മഴ തന്നെ നിൽക്കുന്നത്. ഞാൻ മേത്ത് ഇച്ചിരി നമ്മുടെ വേപ്പെണ്ണ ഒഴിച്ചു കൊടുത്തതാണ്. അതാ ഇച്ചിരി തിളങ്ങി നിൽക്കുന്നത്. എന്നാടാ പിന്നെ ഞാനുണ്ടല്ലോ കച്ചി കെട്ടി കൊടുത്തേക്കുന്നു കേട്ടോ. കച്ചി എടുത്ത് ഇരിക്കുന്നതുകൊണ്ട് നമ്മളത് തീർത്തിട്ട് പുല്ല് അഴിച്ചു കെട്ടി തീറ്റാന്ന് വിചാരിച്ചിട്ടിരിക്കുക. അപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പോത്തുകൂട്ടന്മാരെയോ തീറ്റയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനെ വിളിച്ചോ. നമ്പർ നമ്മളിതാ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ. വളകുടി ടാറ്റ റെഡി.